ആഗോള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാനും ഇസ്രയേൽ അമേരിക്കൻ സഖ്യവും തമ്മിലുള്ള യുദ്ധം 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ലോകം ഏറ്റവും ഭീതിയോടെ കേൾക്കുന്ന വാർത്തയാണ് ഇറാൻ്റെ ആണവ നിലയങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ. ഇറാൻ്റെ ആണവ പദ്ധതികളുടെ സ്ഥിരാകേന്ദ്രമായ നടാൻസിലെ ഇന്ധന ശുദ്ധീകരണശാലയ്ക്ക് നേരെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി പ്രവർത്തിക്കുന്ന ആണവ നിലയങ്ങൾ യുദ്ധത്തിൻ്റെ ഭാഗമായി ലക്ഷ്യം വയ്ക്കപ്പെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല, മറിച്ച് ഒരു വലിയ ആണവ ദുരന്തത്തിന് വഴിമരുന്നിടുമെന്ന ഒന്നാണ് എന്നതിൽ സംശയമില്ല. ഏജൻസി പുറത്തുവിട്ട ഉപഗ്രഹ ദൃശ്യങ്ങൾ പ്രകാരം നടാൻസ് പ്ലാന്റിലെ പ്രധാന പ്രവേശന കവാടത്തിലെ കെട്ടിടങ്ങൾക്കാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ആശ്വാസം എന്തെന്നാൽ ഈ ആക്രമണം നിലയത്തിൻ്റെ ഭൂഗർഭ അറകളെ ബാധിച്ചിട്ടില്ലെന്നതും നിലവിൽ റേഡിയേഷൻ ചോർച്ചയോ മറ്റ് ആണവ അപകടങ്ങളോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുമാണ്. ഇറാനോട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെ അന്തരീക്ഷത്തിലെ റേഡിയേഷൻ അളവ് സാധാരണ നിലയിലാണെന്ന് പരിശോധനകളിൽ വ്യക്തമായിട്ടുണ്ട്. ഇസ്രയേൽ തന്നെ നേരിട്ട് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. തങ്ങളുടെ സുരക്ഷാ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത്. ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ മരിയാനോ ഗ്രോസി ഈ സാഹചര്യത്തിൽ അതീവ ആശങ്കയാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. വിയന്നയിൽ നടന്ന ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിൽ സംസാരിക്കവേ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അത്യന്തം അപകടകരമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നിലവിൽ റേഡിയേഷൻ ഭീഷണി ഇല്ലെങ്കിലും യുദ്ധം തുടർന്നാൽ ഒരു വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അത്തരമൊരു ദുരന്തം ഉണ്ടായാൽ പ്രധാന നഗരങ്ങളിൽ നിന്ന് പോലും ജനങ്ങളെ വൻതോതിൽ ഒഴിപ്പിക്കേണ്ടി വരും. ഇറാനിലെ ആണവ അതോറിറ്റിയുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും ഇതുവരെ അവരിൽ നിന്നും പ്രതികരണമൊന്നും ലഭിച്ചിട്ടില്ല എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. പശ്ചിമേഷ്യയിൽ പടരുന്ന ഈ യുദ്ധം വെറുമൊരു പ്രാദേശിക തർക്കമല്ല, മറിച്ച് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണം തുടരുമ്പോൾ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഈ പോരാട്ടത്തിൽ സജീവമാകുന്നു. അമേരിക്കൻ സൈന്യം ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആണവ നിലയങ്ങളെ യുദ്ധത്തിൻ്റെ ലക്ഷ്യസ്ഥാനങ്ങളാക്കുന്നത് ലോകത്തിന് തന്നെ ഭീഷണിയാണ്. അന്താരാഷ്ട്ര സമൂഹം ഇടപെട്ട് സമാധാന ചർച്ചകൾക്ക് വഴി തുറന്നില്ലെങ്കിൽ മാനവരാശിക്ക് താങ്ങാവുന്നതിലും വലിയ വില ഈ യുദ്ധത്തിന് നൽകേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്തുമൈ TV.